ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അതേപോലെ തന്നെ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ്. കൂന്തൽ ചില ഭാഗത്തൊക്കെ അതിന് കണവ എന്നാണ് കേട്ടോ പറയുക. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ കൂന്തൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂന്തൽ മസാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1/2 കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസിലുള്ള കൂന്തളാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വലുതുണ്ട്, പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ഈ മീഡിയം സൈസിലുള്ളത് തന്നെയാണ് ഉണ്ടാവുക. ചെറിയ കൂന്തളും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം, അതിനു വേണ്ടി മാറ്റി വെച്ചതാണിത്. ഇതിൻ്റെ തല വലിച്ചെടുക്കുക. പിന്നെ ഈ കൂന്തലിൻ്റെ പുറത്ത് ചുവപ്പ് നിറത്തിലൊരു തൊലി ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. എന്തുകൊണ്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് കൂന്തൽ വാങ്ങിയ സമയത്ത് ഇതെങ്ങനെ നന്നാക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ തലയും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കൂന്തലിനേക്കാൾ ടേസ്റ്റാണ് ഇതിൻ്റെ തലയ്ക്ക്. അത് കുറച്ച് നന്നാക്കി എടുക്കാൻ നമുക്ക് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇതിലുള്ള ഇതുപോലുള്ള നാരുകളൊക്കെ നമുക്ക് കൈകൊണ്ടൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അത് വൃത്തിയായിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി തല എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തല നന്നാക്കാനാണെങ്കിൽ വലിയ കൂന്തലിൻ്റെ തല നന്നാക്കാനാണ് കേട്ടോ എളുപ്പം. ഈ കണ്ണ് കണ്ടില്ലേ, അതിൻ്റെ താഴെയായിട്ട് കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അതുകൂടെ നമുക്ക് കളയണം. അപ്പോൾ അതുവരെ അതിന് താഴെയുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതുപോലെ അതിൻ്റെ തൊലി എടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ഇതിലെ സ്കിൻ എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എല്ലാ കൂന്തളും നന്നാക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വിനെഗറും ഉപ്പും ചേർത്താണ് ഇപ്പോൾ അത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ പത പോവൊന്നുമില്ല, നമ്മൾ കഴുകുന്തോറും അതുപോലെ പതഞ്ഞ് വരും. അത്യാവശ്യം കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ജസ്റ്റ് മേലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വെള്ളം വാരാൻ വയ്ക്കാം. വെള്ളം വാർന്നതിന് ശേഷം നമുക്കിത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ 1.5 ടീസ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സിമ്മിലിട്ട് വേവിക്കാം. തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ സിമ്മിലിട്ട് വേവിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല പൗഡേഴ്സ് എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഫിഷ് മസാല, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കൂടെ വേണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മളിനി അതിലേക്ക് ചേർക്കുക. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഈ കൂന്തൽ അടച്ച് വെക്കാതെയാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂന്തൽ വേവിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചും കൂടെ വേവിക്കുകയാണെങ്കിൽ പിന്നീട് അത് വറ്റിച്ചെടുക്കാൻ ഒരുപാട് ടൈം കത്തിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഓവർ കുക്കായിട്ട് കൂന്തളിന് അധികം വേവില്ല. അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഓവർ കുക്കായിട്ട് അത് ഒരു ബലം വയ്ക്കും, ഒരു റബ്ബർ പോലെയാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് വേവിക്കുന്നത്.
ഇതിലേക്ക് ഞാനിപ്പോൾ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല അതിൽ, പക്ഷെ കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കണം. കൂന്തലിട്ട സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കൂന്തൽ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരുപാട് നേരം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബലം വയ്ക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിൽ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഒരു 1/4 ഭാഗത്തോളം വറ്റി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം എപ്പോഴും ലാസ്റ്റ് ചേർക്കണം കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കൂന്തൽ മസാലയാണ് വേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ വാങ്ങി വയ്ക്കാം. അതല്ല കുറച്ചുകൂടെ ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഈ കൂന്തൽ റോസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്കിതിൻ്റെ മീതെ ഒന്ന് ചുറ്റിച്ചൊഴിക്കുക. അതിനുശേഷം നന്നായി മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ. സ്റ്റവ് ഓഫാക്കി നമുക്കിത് വാങ്ങി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനു മുൻപ് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, തക്കാളിയുടെ പുളിയും എരിവും എല്ലാം പാകത്തിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1/2 കിലോ കൂന്തലിന് ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുക. പിന്നെ കൂന്തലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ അല്ല, റെസിപ്പി. അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എങ്കിലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ബൈ, താങ്ക് യു.